Standard 7, Unit 3, Resistance and the First War of Independence. സാമൂഹ്യശാസ്ത്രം 7ാം ക്ലാസ്സിലെ യൂണിറ്റ് 3 ചെറുത്ത് നിൽപ്പുകളും 1 സ്വാതന്ത്ര്യ സമരവും. ഹൂ were the sericulturists of ബംഗാൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. Who were exploited under the company rule? ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്? ഫാമേഴ്സ് കൃഷിക്കാർ, വീവേഴ്സ് നെയ്ത്തുകാർ, ക്രാഫ്റ്റ്സ്മെൻ കൈത്തൊഴിലുകാർ, ട്രൈബൽസ് ഗോത്രവർഗക്കാർ. What are the strategies adopted by the British to exploit the agricultural sector in India? കാർഷിക മേഖലയിലെ പരമാവധി സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ലെവീഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്, കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. നോ ടാക്സ് കൺസെഷൻസ് വെർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ്ഡ് ദ അഗ്രികൾച്ചർ, വരൾച്ചയോ വെള്ളപ്പൊക്കം മൂലമോ കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. മിഡിൽമെൻ ജമീന്ദാർസ് were assigned to the duty of collecting tax, നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായ ജമീന്ദർമാർ ചുമതലപ്പെടുത്തി. Imposed the condition that the tax was to be paid in the form of cash, നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. The farmers had to depend on sahus, the private moneylenders, for loans at a high rate of interest. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായ സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. The farmers in Bengal cultivated food crops in their fields. How were they forced to cultivate plantation crops such as cotton, jute and indigo? What was its result? ബംഗാളിലെ കർഷകർ ഭക്ഷ്യവിളകൾക്ക് പകരം തോട്ടവിളകളായ പരുത്തിയും ചണവും നീലവും കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. എന്തായിരുന്നു അതിൻ്റെ പരിണിത ഫലം? The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. These were the major raw materials for the industries in England. ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു ഇവ. Consequently, they decided to expand its cultivation and force the farmers to do so. ഇതിനായി കർഷകരെ നിർബന്ധിക്കുകയും കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തു. The fields that were used only for the cultivation of food crops changed into plantation of cotton, jute and indigo. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തിരുന്ന ഫലപുഷ്ടിയുള്ള കൃഷിഭൂമി തോട്ടവിളകളായ പരുത്തിയും ചണവും നീലവും കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിതരായി. ആസ് എ റിസൾട്ട് ഫാമേഴ്സ് became landless and were forced to become laborers. അതിൻ്റെ ഫലമായിട്ട് കർഷകർ ഭൂമിയില്ലാത്തവരായും കൃഷിയിടങ്ങളിലെ തൊഴിലാളികളായി മാറുകയും ചെയ്തു. Who introduced the forest laws? What was its objective? Which section of people were affected by those laws? ആരാണ് വനനിയമങ്ങൾ കൊണ്ടുവന്നത്? എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ഏത് ജനവിഭാഗത്തെയാണത് ബാധിച്ചത്? ബ്രിട്ടീഷുകാർ. Their objective was to exploit the forest wealth of India. ഇന്ത്യയിലെ വനവിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. These laws affected the tribal people. ഗോത്രവർഗക്കാരെയാണ് ഈ നിയമം ബാധിച്ചത്. How did the forest laws imposed by the East India Company adversely affect the tribal life? ഗോത്രവർഗക്കാരുടെ ജീവിതത്തെ ദോഷകരമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്ന വനനിയമങ്ങൾ എങ്ങനെ ബാധിച്ചു? They framed several laws to exploit the forest resources. വനവിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ, കൊള്ളയടിക്കാൻ പല നിയമങ്ങൾ അവർ രൂപപ്പെടുത്തി. These laws gave the company absolute control over the forest. ഈ നിയമം മുഖാന്തരം വനപ്രദേശങ്ങൾ പൂർണ്ണമായും കമ്പനിയുടെ നിയന്ത്രണത്തിലായി.
This disturbed the collection of forest products and adversely affected the tribal's traditional farming. ഇത് ഗോത്രവർഗക്കാരുടെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും പാരമ്പര്യമായിട്ടുള്ള കൃഷിയെയും ദോഷകരമായി ബാധിച്ചു. The tribal habitat was rich in mineral deposits, and to exploit these, the British constructed roads and railways to this region. ഗോത്രജനതയുടെ ആവാസമേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ദീസ് മെഷേഴ്സ് ഇൻറ്റൻസിഫൈഡ് ദ മിസറീസ് ഓഫ് ദ ട്രൈബൽസ്. ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻ ഡ്യൂറിംഗ് ദ കമ്പനി റൂൾ. ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. നെയ്ത്ത് വ്യവസായം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ക്ഷയിക്കാനിടയായിട്ട് തീർന്നു. അതിൻ്റെ കാരണവും പരിണിതഫലവും കണ്ടെത്തുക. ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കേണ്ടതായിട്ട് വന്നു. ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഫാക്ടറീസ്. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. എക്സസീവ് ടാക്സസ് വെർ ലെവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ദീസ് ഫാക്ടേഴ്സ് rendered thousands of Indian weavers jobless. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമായി. Which are the major peasant revolt organized against the company rule? കമ്പനി ഭരണത്തിനെതിരെ സംഘടിപ്പിക്കപ്പെട്ട കർഷക കലാപങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏത്? ഫറാസി റിബല്യൻസ് ഇൻ ബംഗാൾ. ബംഗാളിൽ സംഘടിപ്പിക്കപ്പെട്ട ഫറാസി കലാപങ്ങൾ. മാപ്പിള റിബല്യൻ ഇൻ ദ 19th century ഇൻ മലബാർ. മലബാറിലെ 19ാം നൂറ്റാണ്ടിൽ സംഘടിപ്പിക്കപ്പെട്ട മാപ്പിള കലാപങ്ങൾ. Who were the tribals that started revolts against the company? കമ്പനി ഭരണത്തിനെതിരെ കലാപം നടത്തിയ ഗോത്രവർഗക്കാർ ആരൊക്കെയായിരുന്നു? ദ ബീൽസ് ഇൻ മറാത്ത. മറാത്തയിലെ ബീലുകൾ. ദ കോലീസ് അഹമ്മദ് നഗറിലെ കോലികൾ. ദ കോൾസ് ഇൻ ഛോട്ടാ നാഗ്പൂർ. ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ. ദ സന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ കുന്നിലെ സന്താൾമാർ. ദ കുറിച്യേഴ്സ് ഇൻ വയനാട്. വയനാട്ടിലെ കുറിച്യർ. ഹൂ വേർ ദ സന്താൾസ്? സന്താൾമാർ ആരായിരുന്നു? ദ സന്താൾസ് വേർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ രാജ്മഹൽ ഹിൽസ് ഇൻ ദ ബംഗാൾ പ്രോവിൻസ്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സന്താൾ. ഹൂ ഗേവ് ദ ലീഡർഷിപ്പ് ടു ദ സന്താൾ റിബല്യൻ. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സിന്ധു ആൻഡ് കൻഹു. സിന്ധുവും കൻഹു. വാട്ട് വേർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ സന്താൾ ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താനായിട്ട് സന്താളുകളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ സന്താൾ റിബല്യൻ വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദ ഫേസ്ഡ് ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ് ആൻഡ് മണി ലെൻഡേഴ്സ്. കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളപ്പലിശക്കാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനതയായിരുന്നു സന്താൾമാർ. അതിൻ്റെ ഫലമായിട്ടാണ് അവർ കലാപം നടത്തിയത്. ദ രാജ്മഹൽ ഹിൽസ് വിറ്റ്നസ് ദ സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സന്താൾസ് ഇൻ ദിസ് റിബല്യൻ. ഈ കലാപത്തിൽ 15,000-ലധികം സന്താൾ ജനതയാണ് രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച് കൊല്ലപ്പെട്ടത്. ദ കിങ്സ് ആൻഡ് ചീഫ്റ്റൻസ് ഹു ലോസ്റ്റ് ദെയർ പവർ വേർ അനദർ ഗ്രൂപ്പ് ദാറ്റ് ലെഡ് റിബല്യൻ. ഹു വേർ ലെഡ് ദ റിബല്യൻസ്? അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? രാജാ ചേസിംഗ് ഓഫ് അവധ്. ഔധിലെ രാജാ ചേസിംഗ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. മരുതുപാണ്ഡ്യൻ ഓഫ് ശിവഗംഗ. ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ. പഴശ്ശിരാജ ഓഫ് മലബാർ. മലബാറിലെ പഴശ്ശിരാജ. കിട്ടൂർ ചന്നമ്മ ഓഫ് കർണാടക. കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ. വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ. പാലിയത്തച്ചൻ ഓഫ് കൊച്ചി. കൊച്ചിയിലെ പാലിയത്തച്ചൻ. ഹൂ ലെഡ് ഗറില്ല വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് വയനാട്. വയനാടിലെ കാടുകളിൽ ഗറില്ല യുദ്ധമുറകൾ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ചതാരി? പഴശ്ശിരാജ.
ഹൂ വെയർ ദ പ്രോമിനൻറ്റ് ലീഡേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് പഴശ്ശിരാജ ഇൻ ദ റിവോൾട്ട്. ഈ ഗറില്ല യുദ്ധത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച പ്രധാന നേതാക്കൾ. തലക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ ആൻഡ് അത്തൻ ഗുരുക്കൾ. ഹൂ ലെഡ് ദ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട് ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തത് വേലുത്തമ്പി ദളവ. വാട്ട് വാസ് ദ റീസൺ ഫോർ വേലുത്തമ്പി ടു ടേൺ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേലുത്തമ്പിയെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ദ കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ ഹോം അഫയേഴ്സ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായ ഇടപെടലാണ് അതിനെ പ്രേരിപ്പിച്ചത്. ഹൂ ഡിക്ലെയർഡ് ദ കുണ്ടറ പ്രൊക്ലമേഷൻ വെൻ. വാട്ട് വാസ് ദ പ്രൊക്ലമേഷൻ. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? എന്താണ് ഈ പ്രൊക്ലമേഷൻ, എന്താണ് ഈ വിളംബരം? വേലുത്തമ്പി ദളവയാണ്. 1809 ഇറ്റ് കോൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയായിരുന്നു ഈ വിളംബരത്തിലൂടെ. ഹൂ വെയർ ദ പീപ്പിൾ ലോയൽ ടു ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടേൺഡ് അഗെയിൻസ്റ്റ് ദം ബൈ 1857. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. ആരാണ്? ദ ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ദ ബ്രിട്ടീഷ് ആർമി, സിപ്പോയ്സ് ആൻഡ് ദ കിങ്സ് ഹു ലോസ്റ്റ് ദെയർ ഹെറിഡിറ്ററി റൈറ്റ്സ് ആസ് പെർ ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വേർ റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദം. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, ശിപ്പായിമാർ ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുന്നുറപ്പായ നാട്ടുരാജാക്കന്മാരായിരുന്നു നേതൃത്വം നൽകിയത്. ഹൂ വെർ ദ ലീഡേഴ്സ് ദാറ്റ് ലെഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ നേതാക്കന്മാർ ആരാണ്? ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പ് ഇൻ കാൺപൂർ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. റാണി ലക്ഷ്മിബായി ഇൻ ഝാൻസി. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയും. ബീഗം ഹസ്രത്ത് മഹൾ ഇൻ ലക്നൗ. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹളും. മൗലവി അഹമ്മദുള്ള ഇൻ ഫൈസാബാദ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും. ആൻഡ് കൺവർ സിംഗ് ഇൻ അറയിലെ കൺവർ സിംഗ്. In India, the first war of independence broke out in 1857. What were the economic causes of the revolt? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. എന്തൊക്കെ സാമ്പത്തിക കാരണങ്ങളാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ കാരണം? മിയഗ്രി വേജസ്, തുച്ഛമായ വേതനം, പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ദീർഘനേരമുള്ള ജോലി, ഡിനയിങ് ലീവ്, അവധിയില്ലായ്മ, സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, അടിമകളോടെന്ന പോലെയുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, പുവർ ക്വാളിറ്റി ഫുഡ്, മോശമായ ഭക്ഷണം. വാട്ട് വെർ ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ 1857 റിവോൾട്ട്. 1857 വിപ്ലവം പുറപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ദ കമ്പനി സപ്ലൈഡ് ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് റൈഫിൾ ടു ദ സിപ്പോയ്സ്. കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുതിയ തരം തോക്ക്, എൻഫീൽഡ് തോക്കുകൾ പട്ടാളക്കാർക്കിടയിൽ വിതരണം ചെയ്തു. There was a rumor that the cartridge to be used in this gun were greased with the fat of cows and pigs. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ട നിർമ്മിച്ചിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത അവർക്കിടയിൽ പ്രചരിച്ചു. Another rumor was that the bread supplied to the sepoys was made from wheat flour mixed with bone powder. മറ്റൊരു വാർത്ത അവർക്കിടയിൽ പ്രചരിപ്പിച്ചത് ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന്. ദിസ് പ്രൊവോക്ഡ് ദം റിബൽ. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ പട്ടാളക്കാരെ പ്രേരിപ്പിച്ചു. മംഗൽ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സോൾജർ ടു പ്രൊട്ടസ്റ്റ്. മംഗൽ പാണ്ഡെ എന്ന പട്ടാളക്കാരനായിരുന്നു ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചത്. വാട്ട് വെർ ദ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഗംഭീരമായി പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദോ ദ റിവോൾട്ട് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ നോർത്ത് ഇന്ത്യ, ദർ വാസ് നോ കോർഡിനേഷൻ. ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായാലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. The company had all the advantages of stronger military power, better weapons and coordination.
കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇറ്റ് ഫെയിൽ ടു എൻഷുർ മാസ് സപ്പോർട്ട്. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വേർ അഗെയിൻസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. ദ റൂളേഴ്സ് ഓഫ് അഫ്ലുവൻറ്റ് പ്രിൻസിലി സ്റ്റേറ്റ്സ് സപ്പോർട്ടഡ് ദ കമ്പനി. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. വാട്ട് വേർ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭരണത്തിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത്? ദ റൂൾ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ് വിത്ത് ദ ക്യൂൻസ് പ്രൊക്ലമേഷൻ ഇൻ 1858. 1858 രാജ്ഞിയുടെ പ്രഖ്യാപനത്തിനെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് കിങ്. ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഇന്ത്യയുടെ ഭരണം.